ഹായ്, എല്ലാവർക്കും ഡ്രീമേഴ്സ് വേൾഡ് മലയാളത്തിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. യാത്രകൾ ഇഷ്ടപ്പെടാത്തതായി ആരും തന്നെ ഉണ്ടാവില്ല. ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ടെൻഷനുകളും ഒക്കെ ഒന്ന് കുറയ്ക്കാൻ നല്ലൊരു യാത്ര പോയാൽ മതിയായിരിക്കും. നമുക്ക് ഒന്നിച്ച് ഇന്നത്തെ യാത്ര പോയാലോ? മാത്തൂർ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റും ലാർജസ്റ്റുമായിട്ടുള്ള മാത്തൂർ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക്. ഞായറാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞുള്ള സമയത്താണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലും നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു. വണ്ടിയൊക്കെ നല്ല തിരക്കായിരുന്നുകൊണ്ട് തന്നെ അതുകൊണ്ട് മാസ്കും ഗ്ലാസും ഒക്കെ വെച്ചാണ് പോയത്. പോകും വഴിക്ക് നമ്മൾ ശ്രീ പത്മനാഭപുരം കൊട്ടാരത്തിൽ കയറി. അവിടെ കയറിയത് വേറൊന്നിനുമല്ല, ഈ പുസ്തകങ്ങൾ മേടിക്കാനായിട്ടാണ്. നമ്മളിവിടെ മുന്നേ വന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് അകത്തേക്ക് വീഡിയോ എടുക്കാനായിട്ടൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആ വെളിയിൽ നിന്നുള്ള ഭാഗം മാത്രമേ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ എൻട്രൻസ് കയറി കുറച്ച് അതിൻ്റെ മുൻഭാഗത്തൊക്കെ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഫോണിന് പ്രത്യേകമായിട്ട് ഫീസ് കൊടുക്കണം. പിന്നെ അതോടൊപ്പം തന്നെ വീഡിയോഗ്രഫി അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അകത്തേക്ക് കയറിയില്ല. അകത്തേക്ക് കയറി വീഡിയോ എടുക്കാത്തത് അതുകൊണ്ടാണ്. പിന്നെ ഈ ടോൾസ്റ്റോയ് കഥകൾ എന്ന് പറയുന്ന ഈ പുസ്തകം നമ്മൾ മേടിച്ചു. പിന്നെ അവിടെ നിന്ന് ഒരു കരിക്കൊക്കെ കുടിച്ചിട്ട് നമ്മുടെ യാത്ര തുടർന്നു. കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴേ മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം ഒരിടത്ത് കയറി നിന്നു. മഴയൊന്ന് തോർന്ന് ഏകദേശം നമുക്ക് പോകാം എന്നുള്ളൊരു അവസ്ഥയായപ്പോഴത്തേക്കും പിന്നെയും നമ്മൾ യാത്ര തുടർന്നു. ചെറിയ പൊടിച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അവിടെ എത്തണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ആരംഭിച്ചു. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ നല്ല വെയിലൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ ഹാപ്പിയായി. കാരണം അവിടെ ചെന്നിട്ട് കുറച്ച് നടക്കാനുണ്ടല്ലോ, അപ്പോൾ മഴയാണെങ്കിലും വീഡിയോ എടുക്കാനെല്ലാം ബുദ്ധിമുട്ടാണല്ലോ എന്ന് ചിന്തിച്ചായിരുന്നു. അപ്പോൾ വെയിൽ വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി. നമ്മളങ്ങനെ എൻട്രൻസ് ഒക്കെ കടന്ന് നേരെ മാത്തൂർ ബ്രിഡ്ജ് കാണാനായിട്ട് പോവാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇഷ്ടം പോലെ വണ്ടികളുണ്ടായിരുന്നു, ആൾക്കാരേറെ ഉണ്ടായിരുന്നു, മലയാളികളും ഏറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരുവനന്തപുരം സൈഡ് ആയതുകൊണ്ട് തന്നെ മലയാളികളേറെ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്തു നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഏകദേശം ഒരു 50 കിലോമീറ്ററാണ് തിരുവനന്തപുരത്തു നിന്ന് മാത്തൂർ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കുള്ളത്. ഒത്തിരി ദൂരം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഏറെ ഇവിടേക്ക് എത്തുകയും ഈ സ്ഥലം കണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിറയെ സിനിമകളിലൊക്കെ നമുക്ക് ഈ സ്ഥലം കാണാനായിട്ട് സാധിക്കും കേട്ടോ. 10 രൂപയാണ് ഒരാൾക്ക് പാസ് വരുന്നത്. ശ്രീ കെ കാമരാജ് തമിഴ്നാട് CM ആയിരുന്ന സമയത്ത് 1966 മാത്തൂർ ഹാങ്ങിങ് ബ്രിഡ്ജ് പണി കഴിപ്പിച്ചത്. അന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് വരൾച്ച നേരിടുകയും കൃഷി ചെയ്യാൻ പറ്റാണ്ട് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മാത്തൂർ ഹാങ്ങിങ് ബ്രിഡ്ജ് പണി കഴിപ്പിച്ചത്. ഞങ്ങൾ രണ്ടുപേരുടെ പതിയെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഓരോ ഞായറാഴ്ച ചേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് ഓരോ സ്ഥലം എനിക്ക് റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ നമ്മൾ രണ്ടുകൂടെ പതുക്കനെ വണ്ടിയൊക്കെ എടുത്ത് യാത്ര പോവുകയാണ് ചെയ്യാറ്. ഇവിടെ ധാരാളം പൈനാപ്പിളിൻ്റെയും ചക്കയുടെയും കൃഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വഴിയിലെല്ലാം ഇവരിത് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ വഴി നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ബ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്തെത്താം. കുളിക്കാനൊക്കെ ആയിട്ട് എല്ലാവരും അവിടെയാണ് പോകാറ്. അവിടെ ഒരു ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പാർക്കൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ താഴേക്ക് പോകുന്നില്ല, നേരെ ബ്രിഡ്ജിൽ കയറി അതിലെ പോയിട്ട് തിരിച്ചിറങ്ങി വരാം എന്നുള്ള പ്ലാനിലാണ് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിഡ്ജിലൂടെയുള്ള യാത്ര കുറച്ച് പ്രയാസകരമായിരുന്നു. ഒരാൾക്ക് സുഖമായിട്ട് നടക്കാനുള്ള സ്പേസേ ഉള്ളൂ. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പാസ് ചെയ്ത് പോകുന്നതുകൊണ്ട് അതിലേക്കൂടെ യാത്ര കുറച്ച് പ്രയാസകരമായിട്ട് തോന്നി. എങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, ഇടയ്ക്ക് ആളുണ്ടായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി ഉയരത്തിലാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ വളരെ താഴെയായിട്ടാണ് ഇത്രയധികം മരങ്ങളും ഒക്കെ മലകളൊക്കെ കാണാനും ഭയങ്കര രസമായിരുന്നു. പറളി റിവറിന് കുറുകെയാണ് ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. 384 മീറ്റർ നീളമാണ് ആകെ മൊത്തമുള്ളത്. 101 അടി പൊക്കവും ഉണ്ട്. നമുക്ക് ഇതിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം മരങ്ങളൊക്കെ നമുക്ക് എന്തോരം താഴ്ചയായിട്ടാണ് കാണുന്നതെന്നല്ലേ. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ പൊക്കം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മൊത്തം 28 പില്ലേഴ്സാണ് ഈ ബ്രിഡ്ജിനുള്ളത്. പേച്ചിപ്പാറ, ചിറ്റാർ ഡാം എന്നിവിടങ്ങളിൽ നിന്നുള്ള വെള്ളം ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഈ പെരിഞ്ചാണി ഡാമിൽ നിന്നുള്ള വെള്ളം താഴെ പുഴയിലൂടെ ഒഴുകുന്നുമുണ്ട്. പാലത്തിലൂടെ നടന്ന് അക്കരെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ കുറേ കടകൾ കണ്ടു. തേൻ വിൽക്കുന്ന കടയുണ്ടായിരുന്നു, ഐസ്ക്രീം കട. പിന്നെ അവിടെ തന്നെ ഈ ചക്ക വറുത്ത് നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് അവർ വറുത്ത് തരുന്നത്. ഫ്രഷ് ആയിട്ടുള്ള കിട്ടും. അങ്ങനത്തെ കുറേ കടകളുണ്ടായിരുന്നു അവിടെ. നമ്മളിതായി കാണുന്ന ഈ വഴിയിൽ കൂടെ കുറേ അങ്ങ് നടന്നു. ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ പില്ലേഴ്സ് എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറച്ചിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു കൂടാരം പോലെ ഒരു റെസ്റ്റിംഗ് ഏരിയ പോലെയുണ്ട്. അപ്പോൾ ഇതിലേക്കൂടെ സ്റ്റെപ്പ് ഇറങ്ങി
താഴേക്ക് നമുക്ക് ചെല്ലാം. അവിടുന്ന് ഞങ്ങൾ താഴെ ഇറങ്ങി. അവിടെ നിന്നുള്ള പാലത്തിൻ്റെ വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു പാർക്കുണ്ട്. ഇവിടെ അതാരാണ് നിർമ്മിച്ചത് അത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മയിലിൻ്റെ ശില്പം, പിന്നെ അതോടൊപ്പം തന്നെ ആനയുടെ ശില്പം ഒക്കെ ഇവിടെയുണ്ട്. നമുക്ക് കുറേ നേരം ഇപ്പം നടന്ന് മടുത്ത് വരുന്നവർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ പറ്റിയ ഇടമാണ്. പാർക്കിൽ നിന്നിറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ നമ്മൾ ഇവിടേക്കാണ് എത്തുന്നത്. ഇവിടെ നേരത്തെ ഒരു പാലം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു പുതിയ പാലം പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോഴുള്ള നമ്മുടെ ബ്രിഡ്ജിൻ്റെ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ തിരിച്ച് പാലത്തിലൂടെ വന്നപ്പോഴാണ് ശരിക്കും ആ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറേ നേരം അവിടെ നിൽക്കാനും ഒക്കെ പറ്റിയത്. നേരത്തെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയപ്പോൾ നിറച്ച ആളായിരുന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. ഒത്തിരി നേരം അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളൊരാൾ അവിടെ നിന്ന് കഴിയുമ്പോൾ ബ്ലോക്കായിപ്പോവും. അതുകൊണ്ട് ജസ്റ്റ് അങ്ങനെ പോകാനേ പറ്റുള്ളൂ. അപ്പോൾ തിരിച്ച് വന്നപ്പം നല്ല ആൾ കുറവായിരുന്നുകൊണ്ട് ഏറെ നേരം അവിടുത്തെ വ്യൂ ഒക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റി. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അത്ര മനോഹരമാണ്. കുറേ നേരം നമുക്കവിടെ നിൽക്കാനും തോന്നും. അങ്ങനെ നമ്മൾ തിരിച്ചു വണ്ടിയെ കയറി യാത്ര തിരിച്ചിരിക്കുകയാണ്. മാത്തൂർ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ ഇവിടെ കഴിയുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും തിരുവനന്തപുരം കന്യാകുമാരി സൈഡൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണണം. അതിനുശേഷം നമ്മൾ നാഗർകോവിലെത്തി. ദിണ്ടിക്കൽ തലപ്പാക്കട്ട് ബിരിയാണി അവിടെ കയറി കേട്ടോ. നല്ല സൂപ്പർ ബിരിയാണിയാണ് ഇവിടുത്തെ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഫേമസ് ആണ്. നമ്മൾ ഇടയ്ക്ക് ഓർഡർ ചെയ്ത് കഴിക്കാറുണ്ട്. ആദ്യമായിട്ടാണ് ഇവരുടെ കടയിൽ പോയി കഴിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ലവ് യു ഓൾ.